ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്സ്. ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സും +2 എടുക്കുന്ന ഒരു ബോർഡാണ്. സോ ഈ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്സിന് വാലിഡിറ്റി ഉണ്ടോ, ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് എന്തെങ്കിലും നല്ല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അറിയുന്നതിന് മുന്നേ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ ബോഡിയുടെ ചരിത്രം മനസ്സിലാക്കാം. നാഷണൽ ഓപ്പൺ സ്കൂൾ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. ഇത് CBSEയുടെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ആദ്യം നിലവിൽ വരുന്നത്. 1979 അത് നിലവിൽ വന്നത്. പിന്നീട് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ ബോഡി ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായിട്ട് നിലനിൽക്കണമെന്നും ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ട് നിലനിൽക്കണമെന്നും ഇതിനൊരു സ്വന്തമായി കരിക്കുലവും സർട്ടിഫിക്കേഷനും വേണമെന്ന് പറയുന്ന നാഷണൽ പോളിസിയുടെ ഒരു സജഷൻ്റെ ഭാഗമായിട്ടാണ് 1990 ഇത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ഗസറ്റഡ് പബ്ലിഷ് ചെയ്യുകയും 2002 നമുക്ക് നാഷണൽ ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന സംവിധാനമായിട്ട് മാറിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലെ 3 തലത്തിലാണ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് പോകുന്നത്. അതായത് 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി, അതായത് +2 വരെയുള്ള പഠനം ആണതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടം 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ്. ദാറ്റ് മീൻസ് OBE എന്നാണ് ഇതിനെ പറയുന്നത്. ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് ഈ തലത്തിനെ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടം സെക്കൻഡറി എന്നുള്ളതാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം സീനിയർ സെക്കൻഡറി ആണ്. സീനിയർ സെക്കൻഡറി ഉൾപ്പെട്ടിരിക്കുന്നത് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സുമാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലെ ആദ്യത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. OBE, ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ. ഇത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ OBEയിലെ ആദ്യത്തെ സെക്ഷനാണ് ലെവൽ എ. ലെവൽ എ എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെയുള്ള പഠനമാണ്. അതിൽ 3ാം ക്ലാസ്സിൽ ഒരു പബ്ലിക് എക്സാമിനേഷൻ പോലെ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമിന് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷൻ ലെവൽ ബി. ലെവൽ ബി എന്ന് പറയുന്നത് നമുക്ക് 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സുമാണ്. ഈ ലെവൽ ബിയിലാണ്, അതായത് 5ാം ക്ലാസ്സിലാണ് അടുത്ത എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 7ഉം 8ഉം കൂടിയത്, 6, 7, 8 കൂടിയതാണ്. 8ലാണ് പിന്നത്തെ എക്സാം വരുന്നത്. അങ്ങനെ C സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ABC എന്ന് പറയുന്ന 3 സെക്ഷനാണ് ഈ OBE എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് സെക്കൻഡറി, ദാറ്റ് മീൻ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ 14 വയസ്സ് പൂർത്തീകരിച്ച ആർക്ക് വേണമെങ്കിലും 10ാം ക്ലാസ് പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് സയൻസ്, സോഷ്യൽ, അതുപോലെ പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ എൻട്രി, നമുക്ക് ഇന്ന് മറ്റു ബോർഡുകളിൽ അവൈലബിൾ ആവുന്ന എല്ലാ സബ്ജക്റ്റും നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ബോർഡിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മൊത്തം 5 സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എലിജിബിളായി, 10ാം ക്ലാസ് പാസ്സാവാനായിട്ട് എലിജിബിളായി. പക്ഷേ നമ്മളുടെ കേരളത്തിലെ 6ാമതായിട്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഒരു സെക്കൻഡ് സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് ഇതിൻ്റെ തതുല്യ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, ദാറ്റ് മീൻസ് ഇക്വലൻസീസ് കിട്ടണമെങ്കിൽ, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാകണമെങ്കിൽ ഒരു സെക്കൻഡ് സബ്ജക്റ്റ്, അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അതായത് ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും ഇതിൽ പഠിക്കണം. സെക്കൻഡായിട്ട് സെക്കൻഡ് ലാംഗ്വേജും കൂടെ ഉണ്ടായിരിക്കണം. ആ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ മലയാളം എടുക്കാം, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല, ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ് ബോർഡിൽ നിന്ന്, നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് നമുക്കൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അത് ആവശ്യമാണെങ്കിൽ, ദാറ്റ് മീൻ കേരളത്തിലെ തുടർ പഠനം നടത്തുന്ന ആളുകൾക്ക് ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അടുത്തത് 3ാമത്തെ കാര്യമാണ്, അത് സീനിയർ സെക്കൻഡറി ആണ്. ദാറ്റ് മീൻ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും. 11ഉം 12ഉം കൂടി ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത്. 5 സബ്ജക്റ്റാണ് അവിടെ എഴുതേണ്ടത്. 6ാമത്തെ സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ 6 സബ്ജക്റ്റാണ് പരീക്ഷ എഴുതേണ്ടത്. ഒരു സബ്ജക്റ്റിന് 2 വോളിയം ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഇനി മറ്റ് പെയിൻറ്റിങ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടും ഈ 5 സബ്ജക്റ്റിനെ നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കുട്ടിയുടെ ആവശ്യപ്രകാരം, അതായത് കുട്ടി ആഗ്രഹിക്കുന്നത് ഏത് മേഖലയാണ്, പെയിൻറ്റിങ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, ലോ ആയിരിക്കാം, ഏത് മേഖലയാണ് കുട്ടി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ സബ്ജക്റ്റിങ്ങിലുണ്ട്. ആ സബ്ജക്റ്റിന് ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. അതിൽ എങ്ങനെ വേണമെങ്കിലും കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ഈ ഒരു ബോർഡ്, ഈ ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞ സംവിധാനം എന്തിനാണ്, ഇത് വാലിഡ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ? ഇതൊരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയാണ്. ഈ ഒരു ഗവൺമെൻറ് സംവിധാനം വഴി +2 വരെയുള്ള പഠിച്ച് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും, OBEയുടെ 8ാം ക്ലാസ് സെക്ഷനിൽ വെച്ചോ, 5ാം ക്ലാസ് സെക്ഷൻ വെച്ചോ, 3ാം ക്ലാസ് സെക്ഷൻ വെച്ചോ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷമോ +2 പാസ്സായതിനു ശേഷമോ ഏത് ഘട്ടത്തിൽ വെച്ചിട്ടും നമുക്ക് നോർമൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സ്കൂളിങ്ങിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഹയർ സ്റ്റഡീസിലേക്കോ ഏതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം.
ഓക്കെ, അപ്പോൾ വാലിഡ് ആണ്. ഇനി ഈ ഒരു സെക്ഷൻ കൺവെൻഷണൽ സ്കൂളിങ്ങും അതുപോലെ തന്നെ സാധാരണ CBSE ICSE സ്റ്റേറ്റ് ബോർഡുകളൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനൊരു ബോർഡിൻ്റെ ആവശ്യകത? ഇത് ആർക്കാണ് ഉപകാരപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, അതായത് നമ്മളുടെ കുട്ടികളിൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഡിസബിലിറ്റി ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണിത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇവിടെ നമുക്ക് പല രീതിയിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗങ്ങളുള്ള കുട്ടികളുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് ഡെയിലി റെഗുലർ സ്കൂളിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അവരുടെ +2 വരെയുള്ള പഠനം ഇതിലൂടെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പഠനം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇപ്പോൾ ജോലിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ള കുട്ടികളോ ഇപ്പോൾ 10-25 വയസ്സായി പക്ഷേ +2 വരെയുള്ള പഠനം പൂർത്തീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏത് വയസ്സിലുള്ള ആളുകൾക്കും ഈ +2 പഠനം പൂർത്തീകരിക്കാൻ ഈ സംവിധാനം ഉൾപ്പെടും. ഇനി ഇന്ന് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട്സ് ആവുക, ഏത് രീതിയിലായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിൽ കൂടിയും ഇന്ന് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്ന, അതായത് കൺവെൻഷണൽ രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു കുട്ടിക്ക് അവരുടെ പഠനം +2 വരെയുള്ള പഠനം ഒരു രീതിയിലും തടസ്സപ്പെടേണ്ട കാര്യമില്ല. അത് തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്.